സച്ചിക്ക് അങ്ങനെ ഒരു സമാധാനവും ഇല്ല. രേവതിയെ വിളിച്ചിട്ട് രേവതി ഫോൺ എടുത്തതല്ലാതെ സംസാരിക്കുക ഒന്നും ചെയ്തില്ല. ഫാൻ കറങ്ങുന്ന സൗണ്ട് മാത്രമാണ് കേട്ടത്. അപ്പോൾ സച്ചി കൂട്ടുകാരനോട് പറയുന്നു, നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോവാം, അങ്ങോട്ടൊന്ന് പോയി ഒന്ന് അന്വേഷിക്കാം. അപ്പോഴായിട്ട് എങ്ങോട്ട് പോവാമെന്ന് രേവതിയിൽ അവിടെ അത് ഒരിക്കൽ ഞാൻ പോയില്ല, വേണ്ട കുഴപ്പമില്ല, ഒരിക്കൽ കൂടെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അവൾ എന്തെങ്കിലും കടുംകൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പിന്നെ നീ എന്തിനാണ് അവൾ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോയത്? അവൾ പറയുന്നത് കേട്ട് നിനക്ക് മനസ്സിലാക്കിയോ പോരെയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇല്ല എന്തായാലും അങ്ങനെ വണ്ടി അതുവഴി വിട്ടു പോവുകയാണ്. രേവതിയുടെ വീട്ടിൽ എത്തിയിട്ട് പറയുകയാണ്, നീ ഇറങ്ങി ചെന്ന് ചോദിക്കണം സച്ചി ഉണ്ടോ എന്ന്. അപ്പോഴൊക്കെ നീ എന്ന് പറയില്ല, ഇല്ല നീ എന്ന് ചോദിക്കുക. അങ്ങനെ മഹേഷ് കാല് പോലും നിലത്തുറയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ചെന്ന് സച്ചി രേവതിയുടെ വാതിൽ കൊട്ടുന്നുണ്ട്. അങ്ങനെ വാതിൽ വന്ന് തുറക്കുന്നുണ്ട്. സച്ചി ഇവിടെ ഉണ്ടോ എന്ന് ചെയ്യും. സച്ചി ഇവിടെ ഉണ്ടല്ലോ എന്ന് രേവതി പറയുന്നുണ്ട്. ഇവിടുന്ന് ഉറങ്ങുകയാണ്, നിങ്ങളെപ്പോലെയുള്ള 4-5 പേര് വന്നാണ് സച്ചിയായിട്ട് ഇങ്ങനെ കുടിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു, അതെ അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോഴേ തിരിച്ചങ്ങ് പോവുകയാണ് മഹേഷ്. അപ്പോഴത്തേക്കും അമ്മ കേൾക്കുന്നുണ്ട്. എടി ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ നിന്നെ അന്വേഷിച്ച് വന്നില്ല, നീ അവൻ്റെ കൂടെ പോകാനല്ലേ ചെയ്യാനുള്ളത്? അമ്മേ എനിക്കറിയാം, സച്ചിയേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, സച്ചിയേട്ടൻ കാറിനകത്ത് തന്നെ ഉണ്ട്. സച്ചിയേട്ടൻ നേരത്തെ ഫോൺ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അന്വേഷിച്ച് നടക്കുന്നതാണ്. കുറച്ച് അന്വേഷിച്ച് നടക്കട്ടെ, കുഴപ്പമില്ല, എന്നെ അത്രമാത്രം വേദനിപ്പിച്ചല്ലേ, അതുകൊണ്ട് എന്തായാലും അന്വേഷിച്ച് നടക്കട്ടെ, ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് രേവതി പറയുന്നുണ്ട് ലക്ഷ്മിയോട്. അങ്ങനെ കൂട്ടുകാരൻ ചെന്ന് പറയുന്നുണ്ട്, രേവതി അവിടെ ഉണ്ട്, രേവതിക്ക് ഒരു കുഴപ്പമില്ല, രേവതിയുടെ. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിയുടെ മനസ്സൊന്ന് തണുത്തത്. രേവതി ഇവിടെ ഉണ്ടല്ലോ, സമാധാനമായി, രേവതി ഒരു കടുങ്കയും ചെയ്തിട്ടില്ല, സമാധാനമായി സച്ചിക്ക്. അങ്ങനെ രേവതി അമ്മയോട് വഴക്കൊക്കെ പറഞ്ഞതിന് ശേഷം രേവതി ഒന്നിങ്ങോട്ട് മാറി നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് മതിലിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോഴുണ്ട് സച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേ മനസ്സിലായി എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിക്കൊക്കെ വെച്ചാൽ എന്നെ എന്തെല്ലാം പറഞ്ഞെങ്കിലും എന്നോട് സ്നേഹമുണ്ട്. എടാ അവൾ ബുദ്ധിമതിയാണ്, അവൾ ആത്മഹത്യ ഒന്നും ചെയ്യില്ല, അവൾ ബുദ്ധിമതിയാണ്, ബുദ്ധിമതിയുള്ള ഒരു ഭാര്യ നമ്മുടെ കൂടെ നിൽക്കുന്നത് അത് ഏറ്റവും നല്ലതാണ് എന്ന് രേവതിക്ക് അതിയായ സന്തോഷം. സച്ചിനെ കാണാനും പറ്റി, 2 ദിവസം കൊണ്ട് ഉറക്കവും ഇല്ല. എന്നെ അത്രമാത്രം വേവലാതി പേടിപ്പിച്ചില്ലേ എന്നുള്ള ഇതിൽ. അടുത്ത് ശ്രുതിയും സുധിയും ചന്ദ്രയൊക്കെയാണ് കാണിക്കുന്നത്. അവർ ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും രാവിലെ ചപ്പാത്തിയാണ്. ശ്രുതി പറയുന്നുണ്ട്, അമ്മ എനിക്കൊരു ചപ്പാത്തിയും കൂടെ താ അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചേട്ടാ നീ ഇപ്പം 4-5 ഒക്കെ കഴിച്ചില്ലേ, പിന്നെ നിനക്ക് എന്താണ്? അയ്യോ അമ്മയെ കൊടുക്കാം, അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് മാരുതി ഷോറൂമിൽ ചെന്ന് കഷ്ടപ്പെട്ട് വരുന്നതല്ലേ, അമ്മ കൊടുക്കാമേ എന്ന് പറയുന്നു. പക്ഷേ ഷോറൂമിലെല്ലാം പോകുന്നത് കള്ളത്തനമാണ് കാണിക്കുന്നതെന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയാം. ചന്ദ്ര പറയുന്നു, എണീറ്റ് പോടാ നിൻ്റെ ജോലിയേക്ക്. അങ്ങനെ ഒന്നുകൂടെ കൊടുത്തു. അമ്മേ അങ്ങനെ പറയല്ലേ അമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ ചന്ദ്രയും ശ്രുതിയും തമ്മിലുള്ള സംഭാഷണം അങ്ങോട്ട് നടക്കുകയാണ്. ശ്രുതിയും തമ്മിലുള്ള സംഭാഷണം നടക്കുകയാണ്. അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നുവെച്ചാൽ എടാ നീ അവൾ പറഞ്ഞത് കേട്ടില്ലേ, നീ അവിടെ ചെന്ന് കഷ്ടപ്പെടാനാണ് പോകുന്നത്, നീ നല്ല ജോലിയല്ലേ നോക്ക്, അവളത് കണ്ടുപിടിച്ചാൽ നിന്നെ അവൾ ഡൈവോഴ്സ് ചെയ്യും, അതിന് ഏതൊരു സംശയവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവിയേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. രവിയേട്ടനോട് പറഞ്ഞു, രവിയേട്ട എന്തെങ്കിലും കഴിക്ക്, ആരോഗ്യം മോശമാണ്, അന്ന് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, സച്ചി വരട്ടെ, സച്ചി വന്നിട്ട് ഞാൻ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും അവൻ ഇനി ഏത് പാതിരാത്രിക്കാണ് വരാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആ സമയത്താണ് സച്ചി വന്ന്. സച്ചി കുടിച്ച് കാൽ ബോലായിട്ട് ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് അങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്കും കേൾക്കുന്നു, മോനെ നീ എന്തിനാ മോനെ ഇങ്ങനെ കുടിച്ച് കൂത്തുക? അതേ അച്ഛൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ, ഞാനിന്ന് അവനെ ചെന്ന് കണ്ടിരുന്നു, അവനെ കണ്ട് അവനിന്ന് ഇഷ്ടം പോലെ ഞാൻ കൊടുത്തു, അവൻ ഇനി ഈ നടയിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞ് വിശദീകരിക്കുകയാണ്. നീ എന്തിനാടാ അവനെ അടിച്ചത്? അവനെ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ എന്തിനാ അവനെ അടിച്ച് ശരിയാക്കിയതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ ഇനി നടയിൽ കയറാൻ പാടില്ല, അവൻ നിമിത്തമല്ലേ ഇതെല്ലാം സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നോ? എടാ അവൻ നിമിത്തമല്ല സംഭവിച്ചത്, നിൻ്റെ ഭാര്യയല്ലേ, അവൾ കെട്ടിയോള്, അവൾ ഒരുത്തി നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? എവളെ ഈ നടയിൽ വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പറഞ്ഞ് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞ് അങ്ങ് ഇഷ്ടം
പഞ്ചാരം പോലെ ചേർത്ത്. സച്ചി പറയുന്നുണ്ട്, എടാ ശ്രുതി, നീ ഒരുത്ത നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്. നീ അന്ന് 50 ലക്ഷം രൂപ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ പോയത് കൊണ്ടല്ലേ ഈ രേവതി എൻ്റെ തലയിൽ വെച്ച് കെട്ടിവെച്ചത്. നീ ഒരുത്ത നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ അതൊക്കെ പറഞ്ഞ് ഇനി പറയുന്നത്? സച്ചി, നീ പറയുന്നത് അല്പം കൂടിപ്പോകുന്നു കേട്ടാ. ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് സച്ചിയുടെ മെക്കിട്ട് കയറുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എടാ, നീ ഒരുത്ത നിമിത്തം തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ തലയിൽ വന്ന് കയറുമായിരുന്നോ? സംസാരിച്ച് ശ്രുതിയും അങ്ങോട്ട് സംസാരം നീണ്ടു പോവുകയാണ്. അങ്ങനെ പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. രേവതി വെറും കള്ളിയാണ്, രേവതിയുടെ സഹോദരൻ വെറും കള്ളനാണ്, കള്ള കുടുംബക്കാരാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവർ നല്ല ആൾക്കാരല്ലേ, ഇവിടെ ഉള്ള നമ്മുടെ അമ്മ കൊണ്ട് പ്രമാണം പണയം വെച്ച് ഒരുത്ത 50 ലക്ഷം രൂപ കൊണ്ടുപോയി. ഇതെല്ലാം അങ്ങനെ സോഡാക്കുപ്പി മര്യാദയ്ക്ക് ഇന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ തരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൈ വാങ്ങുന്നത് ശ്രുതിയുടെ നേരിലേക്ക് ചെന്ന് വീഴുന്നത്. പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രന് നെഞ്ചുവേദന വരുന്നുണ്ട്.